സമരാഗ്നി വലിയ ഞങ്ങൾ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറത്തേക്കാൾ വലിയൊരു ജനസ്വീകാര്യതയാണ് ഇതിന് കിട്ടുന്നത്. രണ്ടാമത്തെ കാര്യം, അതിൻ്റെ ജനകീയ ചർച്ചാ സദസ്സിൽ കേരളത്തിൻ്റെ സങ്കടങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഉണ്ടാക്കിയ ദുരിതപൂർണമായ ഒരവസ്ഥയുടെ പ്രതിഫലനമാണ്, വിതുമ്പലുകളാണ്. മനുഷ്യൻ ജീവിക്കാൻ പ്രയാസപ്പെടുന്നതിൻ്റെ സങ്കടങ്ങളും കഥകളുമാണ് അവിടെ വിവരിക്കപ്പെടുന്നത്. ഈ സംസ്ഥാനത്തിൻ്റെ യഥാർത്ഥ സാധാരണക്കാർ അനുഭവിക്കുന്നതിൻ്റെ ഒരു നേർചിത്രം എന്താണ് എന്ന് ആ ജനകീയ ചർച്ചാ സദസ്സുകളിലൂടെ നമ്മൾ ബോധ്യപ്പെടുകയാണ്. നമ്മൾ പറഞ്ഞു, കേരളം തകർത്ത് തരിപ്പണമാക്കിയവർ സാമ്പത്തികമായി. ഇന്നലെ നിയമസഭയുടെ ടേബിളിൽ 2022 വരെ പൂർത്തിയാക്കിയ സാമ്പത്തിക വർഷത്തിലെ C&AGയുടെ ഓഡിറ്റ് റിപ്പോർട്ട് വെച്ച് ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കഴിഞ്ഞ 5-6 വർഷക്കാലമായി പ്രതിവർഷം നിരന്തരമായി നിയമസഭയ്ക്കകത്തും പുറത്തും പറയുന്ന കാര്യങ്ങൾ ആവർത്തിക്കപ്പെട്ടിരിക്കുകയാണ്. 25,874 കോടി രൂപ മറച്ചുവെച്ചു എന്നാണ് കണക്കിൽ നിന്ന്. എങ്ങനെയാ? ബജറ്റിന് പുറത്ത് കിഫ്ബി ഉണ്ടാക്കി, പെൻഷൻ കമ്പനി ഉണ്ടാക്കി, 25,874 കോടി രൂപ ഇവിടെ കടമുണ്ടാക്കി, അധിക ബാധ്യത ഉണ്ടാക്കി. എന്നിട്ട് ആ അധിക ബാധ്യത കടം തീർക്കുന്നത് എങ്ങനെയാ? കടം തീർക്കുന്നത് ബജറ്റിൽ നിന്ന്. അപ്പോൾ കടമെടുപ്പാണ് യഥാർത്ഥത്തിൽ. അത് ഞങ്ങൾ പറഞ്ഞു, ഇത് അപകടം ചെയ്യും. ഇതൊരു അവസാന സമയമാകുമ്പോഴേക്കും നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് നിറഞ്ഞൊരു സാഹചര്യം ഉണ്ടാക്കും. ആ ബുദ്ധിമുട്ട് നിറഞ്ഞ സാഹചര്യം പ്രതിപക്ഷം നേരത്തെ പറഞ്ഞ സാഹചര്യമാണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്നിപ്പോൾ സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് ആ തുക മാറ്റാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇത് നിയമമാണ്. സംസ്ഥാന നിയമസഭ അടക്കം പാസാക്കിയ നിയമത്തിൻ്റെ ലംഘനമായിട്ടാണ് ഈ കിഫ്ബിയുടെ. കിഫ്ബി ഒരു വരുമാനം ഉണ്ടാക്കുന്നില്ല. വരുമാനം ഉണ്ടാക്കാത്തത് കൊണ്ട് അതുണ്ടാക്കി വെക്കുന്ന നഷ്ടം നികത്തേണ്ടത് ആരാ? സ്റ്റേറ്റ് ബജറ്റിൽ നിന്ന്, സഞ്ചിത നിധിയിൽ നിന്ന് പണം എടുത്തിട്ടാണ് നിവർത്തിക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷം പറഞ്ഞത് അടിവരയിട്ട് ആവർത്തിക്കുകയാണ് C&AG റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. കേരളത്തെ സാമ്പത്തികമായി ഇത്രയും വലിയൊരു തകർന്ന അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഗവൺമെൻറ് ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജനങ്ങളെ പൊറുതിമുട്ടിക്കുകയാണ്. നിങ്ങളറിയണം, കഴിഞ്ഞ വർഷത്തെ ബജറ്റും ഈ വർഷത്തെ ബജറ്റിൻ്റെയും ഇടയിൽ 2 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി, 1 പ്രാവശ്യം വെള്ളക്കരം കൂട്ടി, കെട്ടിട നികുതി കൂട്ടി, ഇന്ധന നികുതി കൂട്ടി, എല്ലാ സർവീസുകളുടെയും ചാർജ് കൂട്ടി, എല്ലാ സർവീസുകളുടെയും ചാർജ് കൂട്ടി. അവസാനം വിലക്കയറ്റമുണ്ടായി, രൂക്ഷമായ വിലക്കയറ്റമുണ്ടായി. അപ്പോൾ വളരെ പ്രയാസം നിറഞ്ഞ സാഹചര്യത്തിൽ മനുഷ്യർ ജീവിക്കുകയാണ്. ജപ്തി നടപടികൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചരിത്രത്തിൽ ഉണ്ടായത് കഴിഞ്ഞ വർഷമാണ്. കിടപ്പാടങ്ങളും കൃഷിയിടങ്ങളും ജപ്തി ചെയ്യപ്പെടുകയാണ്. ലക്ഷക്കണക്കിന് നോട്ടീസുകൾ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പ്രവഹിക്കുകയാണ്. ആ സമയത്താണ് പൊതുവിപണിയിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ഇടപെടേണ്ട സപ്ലൈകോയെ ഈ ഗവൺമെൻറ് തകർത്ത് കളഞ്ഞത്. 3000 കോടി രൂപയുടെ നഷ്ടമാണ്. സപ്ലൈകോയിൽ ഒരു സാധനമില്ല. 13 സബ്സിഡി കൊടുക്കേണ്ട 13 നിത്യോപയോഗ സാധനങ്ങൾ ഇല്ല. അതിന് ഏറ്റവും രസകരമായ കാര്യം, ഇന്നലെ എടുത്ത തീരുമാനം സബ്സിഡി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഗവൺമെൻറ് ഇടതുമുന്നണി ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത്, ഞങ്ങൾ അധികാരത്തിൽ ഇരിക്കുമ്പോൾ സപ്ലൈകോയിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കില്ല എന്ന വാക്കാണ് കൊടുത്തത്. അതുകൂടി പറഞ്ഞിട്ടാണ് ജയിച്ചു വന്നത്. എന്നിട്ട് ഇപ്പോൾ നേർപകുതിയാക്കി സബ്സിഡി കുറച്ചിരിക്കുന്നു. അപ്പോൾ മാവേലി സ്റ്റോറിലെ സാധനങ്ങളുടെ വില കൂടും. അതിൻ്റെ പ്രതിഫലനം പൊതുമാർക്കറ്റിൽ ഉണ്ടാവും. അവിടെ കൃത്രിമമായ വിലക്കയറ്റവും സ്വാഭാവികമായ വിലക്കയറ്റവും മാർക്കറ്റിൽ ഉണ്ടാവും. അപ്പോൾ ഇവരുടെ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും സാധാരണക്കാരൻ്റെ ജീവിതത്തെ സങ്കടപ്പെടുത്തുന്നതാണ് പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് അടിയന്തരമായി സബ്സിഡി കുറയ്ക്കാനുള്ള തീരുമാനം പിൻവലിക്കണം.